അവൻ നൽകിയ ആദരവാണ് അല്ലേ? എന്നാ ആരെങ്കിലും ഈ സഹാബികൾക്ക് അല്ലാഹു കൊടുത്ത ഈ കറാമത്തിന്റെ പേരിൽ ഇവരെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? സുന്നി മുജാഹിദും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം എന്താ? കറാമത്ത് വിറ്റ് പൈസ ഉണ്ടാക്കാവോ, കറാമത്തുണ്ട് എന്നുള്ളതുകൊണ്ട് അവരെ വിളിച്ച് പ്രാർത്ഥിക്കാവോ? സുന്നികളെന്തിനാ കറാമത്ത് പറയുന്നത്? ഞാൻ നിങ്ങൾക്കറിയോ, ലോകത്തെ അമ്പിയാക്കളുടെ മോചിതത്വം കറാമത്തും സുന്നി പണ്ഡിതന്മാർ പറയുന്നത് എന്തിനാ? അവർക്ക് ജീവിക്കാനാണ്. അല്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് മുസ്ലിങ്ങളെ പഠിപ്പിക്കാനല്ല. സക്കാബിമാര് സുബൈക്ക് അമ്പിയാക്കളുടെ ഔലിയാക്കളുടെ കറാമത്തും മോചിതത്വം എടുക്കണ എന്തിനാ? ഓലെ ജീവിതം നിലക്കാനാണ്. അല്ലാതെ അമ്പിയാക്കൾക്ക് മോചിതത്തുണ്ട്, ഔലിയാക്കൾക്ക് കറാമത്തുണ്ട് എന്ന് പഠിപ്പിക്കാനല്ല. നമുക്കിടയിൽ അമ്പിയാക്കൾക്ക് മോചിതത്ത്, ഔലിയാക്കൾക്ക് കറാമത്ത് ഇതില്ല എന്ന വാദം നമുക്കില്ല. പക്ഷേ അതുള്ളവർക്ക് അത് വിറ്റ് പൈസ ഉണ്ടാക്കാവോ? ഇതാണ് ചോദ്യം. പ്രകാശം കാണിച്ച ഈ സഹാബിമാർ, നബി പറഞ്ഞോ, സഹാബത്ത് മനസ്സിലാക്കിയോ ഇവരെ ആരാധിക്കാം, ഇവരെ വിളിച്ചു പ്രാർത്ഥിക്കാം. ഇനി ഈ സഹാബികളുടെ ദർഗ കെട്ടിപ്പൊന്തിച്ച് അവിടെ ഉറൂസ് നടത്തിയോ? ഈ രണ്ട് സഹാബിമാരുടെ പ്രകാശം പിന്തുടർന്ന ഈ രണ്ട് സഹാബിമാരെ ആരെങ്കിലും ദർഗ ഉണ്ടാക്കിയോ? ആ ദർഗയിൽ ഉറൂസ് നടത്തിയോ? ഇല്ല. അതിനാണ് നിങ്ങൾ തെളിവ് ധരിക്കണ്ടേ. അല്ലാതെ കറാമത്തുണ്ടോ അല്ലേ, ഒരാൾക്ക് കറാമത്തുണ്ടാവോ അല്ലേ എന്നതല്ല. മറിച്ച് കറാമത്ത് അവരെ വിളിച്ചു പ്രാർത്ഥിക്കാനും അവരുടെ ദർഗ കെട്ടിപ്പൊന്തിക്കാനും അവിടെ നേർച്ച നേരാനും തെളിവാണോ എന്നതാണ് നമുക്കിടയിലുള്ള ചർച്ച. ആ ചർച്ചയാണ് പലപ്പോഴും ആളുകൾ മറന്നുപോകുന്നത്. ആ ചർച്ചയാണ് ആളുകൾ വിട്ടുകളയുന്നത്. ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ഇനി നിങ്ങൾ ചിന്തിച്ചു നോക്ക്, മഹാനായ ഖുബൈബ് റളിയല്ലാഹു അൻഹു മദീനത്ത് നിന്ന് പ്രവാചകൻ മക്കത്തേക്ക് അവിടെ നടക്കുന്ന സ്വകാര്യങ്ങൾ അറിയാൻ പറഞ്ഞേറ്റ പ്രഗത്ഭനായ സഹാബിയൻ അല്ലേ? മദീനത്തുള്ള നബിക്ക് മക്കത്ത് നടക്കുന്നത് എന്താണ് എന്നറിയാൻ കഴിയാത്തത് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്തേക്ക് 10 പ്രഗത്ഭരായ സഹാബിമാരെ പറഞ്ഞേക്കുന്നു. അതിൽപ്പെട്ടൊരു സഹാബിയാണ് ഖുബൈബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തെ ശത്രുക്കളെ ചങ്ങലയിൽ ബന്ധിപ്പിച്ച് ഗരാവോ നടത്തി. പക്ഷേ അദ്ദേഹത്തിന് ഭക്ഷണം അവർ കൊടുത്തില്ല. അദ്ദേഹത്തിന്റെ കൈകളിൽ മുന്തിരിക്കൊല കണ്ടു അവർ. കാരണം അത് കറാമത്തായിരുന്നു. അതിനെവിടെ ആരും നിഷേധിച്ചിട്ടില്ല, ആരും നിഷേധിച്ചിട്ടില്ല. ആ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ ഈ കറാമത്തുണ്ടായതുകൊണ്ട് പിൽക്കാലത്ത് ജീവിച്ചിരുന്ന ഏതെങ്കിലും ഒരു സഹാബി ഖുബൈബ് റളിയല്ലാഹുവിനെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? എന്നാ സുന്നികൾ പറയുന്നത് റെഡി. ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. അതാരെങ്കിലും ജീവിക്കാൻ ഒരു മാർഗാക്കിയിട്ടുണ്ടോ? നബിക്ക് ശേഷം വന്ന ഏതെങ്കിലും ഒരു സഹാബി ഖുബൈബ് റളിയല്ലാഹു മുന്തിരി കിട്ടി അതുകൊണ്ട് ദർഗയിൽ പോകാം എന്ന് പറഞ്ഞിട്ടുണ്ടോ? അതാണ് സുന്നി പണ്ഡിതന്മാരെ തെളിയിക്കേണ്ടത്. അതിനവർ ജീവിച്ചിരിക്കുന്ന കാലത്തിന് അവർക്ക് സാധ്യമല്ല. യാതൊരു തെളിവതിനില്ല. ഇവിടെ വിഷയം അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട അടിമകൾക്ക് കറാമത്ത് ഉണ്ടാവുന്നുള്ളൂ. ഇപ്പൊ നമ്മള് കറാമത്ത് എന്ന് പറഞ്ഞാലേ, ഇപ്പൊ ബസ്സിലെ കണ്ടക്ടർക്ക് കറാമത്ത് ഉണ്ടാകും, മീൻ മാർക്കറ്റ് പണിയെടുക്കുന്ന മച്ചി മാർക്കറ്റ് പണിയെടുക്കുന്നവന് കറാമത്ത് ഉണ്ടാവാം. ഈ കറാമത്ത് എന്ന് പറഞ്ഞാൽ അതിനൊരു പ്രത്യേക ടീമാണെന്നാണ് സുന്നികളുടെ വിശ്വാസം. അതിനൊരു പ്രത്യേക വകുപ്പ്. ഓല പ്രത്യേകത എന്താ? ഒന്നാമത്തെ പ്രത്യേകത, നമസ്കരിക്കരുത്, എന്നാലേ ഔലിയാവും. ആധുനിക ലോകത്ത് ഔലിയാകാനുള്ള ഒന്നാമത്തെ മാനദണ്ഡം എന്താ? കുടിക്കരുത്. രണ്ടാമത്തെ നിസ്കരിക്കരുത്. മൂന്നാമത്തതോ അല്പൊക്കെ മയക്കുമരുന്നടിക്കാം, കുഴപ്പമില്ല. ഇങ്ങനെ വൃത്തിയില്ലാതെ നിസ്കരിക്കാതെ നോമ്പനുഷ്ഠിക്കാതെ ഇസ്ലാമിന്റെ ശരീഅത്ത് ബാധകമാകാതെ ജീവിക്കുന്ന ആളുകളെ ഔലിയായിട്ട് കാണാൻ മുജാഹിദുകൾക്ക് പറ്റില്ല. ഇപ്പൊ സുലൈമാൻ സക്കാഫി മാളിയക്കൽ വിലായത്തും കറാമത്തും എന്ന് പറഞ്ഞ ഈ ഭാഗത്ത് എഴുതുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അത് നമ്മളൊക്കെ മനസ്സിലാക്കണ്ട. ഇവർക്ക് ഇപ്പോഴാ നേരം വിളിച്ചേ. നോക്കൂ, വിലായത്തും കറാമത്തും 67-ാമത്തെ പേജ് സുന്നത്തിയമായത്. മറ്റേത് രംഗവും പോലെ ആത്മീയ മേഖലയും ഇന്ന് ചൂഷണ വിധേയമായിരുന്നു. ഉണ്ടാവും സത്യാണ്. അതിന്റെ നേതാവുകളാണ് ഇത് എഴുതിയ ആളൊക്കെയാണ് ഇതിന്റെ നേതാക്കന്മാര്. ഏതിന്റെ? ചൂഷണത്തിന്റെ. ആത്മീയ വേഷം ധരിച്ച് മനുഷ്യരെ ഏതു വഞ്ചനയിലും അകപ്പെടുത്താമെന്ന് ചൂഷകർ ഏറെ മുമ്പ് തന്നെ മനസ്സിലാക്കിയിരുന്നു. ഇസ്ലാമിന്റെ പേരിൽ തന്നെ ഇസ്ലാം വിരുദ്ധ സംഘടനകൾ ഉണ്ടാകാനും ആത്മീയ നായകരുടെ വേഷത്തിലും സ്വഭാവത്തിലും വ്യാജന്മാർ പ്രത്യക്ഷപ്പെടാനുമെല്ലാം ഇത് നിമിത്തമായി. ഷെയ്ഖ് തരീഖത്തുമെല്ലാം പ്രചാരണ പ്രവർത്തനങ്ങൾ
നയങ്ങളിലൂടെ വിറ്റഴിക്കാനുള്ള മുരീദുകളെ തേടി ശൈഖന്മാർ അലഞ്ഞു നടക്കാനുമൊക്കെ കാരണമായതും ആത്മീയതയോടുള്ള മുസ്ലിങ്ങളുടെ പ്രവൃത്തി മുതലെടുത്തുകൊണ്ടായിരുന്നു. വ്യാജോക്തികൾക്കിടയിൽ യഥാർത്ഥ ആത്മീയതയുടെ തനിമ തിരിച്ചറിയാതെ പോവുകയോ പാടെ നിഷേധിക്കപ്പെടുകയോ ചെയ്യുന്ന അവസ്ഥ വളരെ സംജാതമായി. വലിയ കറാമത്ത്, വിലായത്ത് എന്നിവയെക്കുറിച്ച് ശരിയായി മനസ്സിലാക്കുന്നത് ഏറെക്കുറെ ചൂഷണങ്ങളിൽ നിന്ന് മോചനം നേടാൻ നമ്മെ സഹായിക്കും. വ്യാജന്മാരെ ചൂണ്ടിക്കാട്ടി തനിമയെ തള്ളിപ്പറയുന്ന പുത്തൻ ചിന്താഗതിക്കാരുടെ കാപട്യം തിരിച്ചറിയാനും ഈ ജ്ഞാനം അനിവാര്യമാണ്. വലിയിനെ ഇമാം റാസി രണ്ട് വിധമായി വേർതിരിക്കുന്നു. ഒന്ന്, പാവങ്ങളുമായി ബന്ധപ്പെടാതെ അള്ളാഹുവിന്റെ അനുസരണയിലായി ജീവിതം സമർപ്പിച്ചവർ. രണ്ട്, ദോഷങ്ങളിൽ നിന്നും സംരക്ഷണവും അനുസരിക്കാനുള്ള തൗഫീഖും അള്ളാഹു കനിഞ്ഞു നൽകിയവർ. കണ്ടോ? അപ്പൊ വ്യാജ സിദ്ധന്മാർ മുജാഹിദുകൾക്ക് ഏതായാലും ഇങ്ങനെ ഒരു ലേഖനം എഴുതേണ്ടി വന്നിട്ടില്ല. കാരണം നമ്മുടെ കൂട്ടത്തിൽ ഔലിയാക്കളുണ്ടെങ്കിലും ആരെയും നമ്മളത് അറിയിക്കാറില്ല. ഉണ്ടോ? ഈ കക്കാടി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ഞങ്ങളുടെ നാട്ടിൽ, മമ്പറം ദർഗയുടെ തൊട്ടടുത്ത്. അവിടെ ഞാൻ പ്രസംഗിച്ചപ്പോ എനിക്ക് മറുപടി നൽകിക്കൊണ്ട് അംസത്തോയ ബാക്കവി മുന്നിയൂർ എന്ന് പറയുന്ന ഒരു AP പണ്ഡിതൻ മറുപടി പറഞ്ഞു. അന്ന് അദ്ദേഹം മുജാഹിദുകളെ വെല്ലുവിളിച്ച് ചോദിച്ച ഒരു ചോദ്യം, നിങ്ങളുടെ കൂട്ടത്തിൽ ഔലിയാക്കളുണ്ടോ? ഞാൻ വെല്ലുവിളിക്കുന്നു എന്നാണ്. പിറ്റേത്തെ മറുപടിക്കാൻ പറഞ്ഞു, നിങ്ങളുടെ കൂട്ടത്തിലുള്ള പോലെ മനുഷ്യരെ വഞ്ചിച്ച് കാശ് നക്കുന്ന കള്ള ഔലിയാക്കൾ ഞങ്ങളുടെ കൂട്ടത്തിലില്ല. അവരൗലിയാക്കൾ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കിയേ, നിസ്കരിക്കാത്ത, നോമ്പൊടുക്കാത്ത കള്ളന്മാരായി നടക്കുന്നവരെ ഔലിയാക്കൾ. സത്യത്തിൽ ഒരു നാട്ടിൽ ഒരു സുന്നി കുടുംബത്തിൽ അള്ളാനെ മാത്രം ആരാധിച്ച് ഖുർആൻ വായിച്ച് സുന്നത്തെടുത്ത് 5 നേരം നിസ്കരിച്ച് ഹറാമ് ചെയ്യാതെ കിട്ടുന്നത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിച്ച് മദ്യപിക്കാതെ പലിശ വാങ്ങാതെ സ്ത്രീധനം വാങ്ങാതെ താടി നീട്ടി നരിയാണിക്ക് നേരെ തുണിയെടുത്ത് ഭാര്യമാരോട് നന്നായി പെരുമാറി നാട്ടുകാരോട് നന്നായി പെരുമാറിയ ഒരു സാധാരണ മുഹമ്മദിനെ ഏതെങ്കിലും സുന്നി പണ്ഡിതന്മാർ ഔലിയ എന്ന് പറയാറുണ്ടോ? ഇല്ല. സാക്ഷാൽ ഔലിയ അയാളാണ്. പക്ഷെ ഔലിയാനെ എന്ത് വേണം? ഒരു പച്ചത്തുണി വിരിക്കണം, നീളക്കുപ്പായിടണം. ഇതൊക്കെയാണ് ഇന്നത്തെ ഔലിയ. നിങ്ങളൊക്കെ ആലോചിച്ച് നോക്കിയേ, ലോകം കണ്ട ഏറ്റവും വലിയ ഔലിയായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അല്ലേ? ആരെങ്കിലും അബൂബക്കർ സിദ്ദീഖ് ഔലിയ എന്ന് പറഞ്ഞിട്ട് ബോർഡ് വെച്ചിട്ടുണ്ടോ പിൽക്കാലത്ത്? നമ്മൾ ശരിക്കും ചിന്തിക്കാം. അതായത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഭരണേറ്റെടുത്ത അന്ന് തന്നെ ഒരു തുണിക്കെട്ട് പുറത്തിടാൻ, തുണിസഞ്ചി നിറയെ ഡ്രസ്സുകള്. എന്താ മാർക്കറ്റിൽ കച്ചവടത്തിന് പോവുക? ആരോ ചോദിച്ചു, അന്ന് അമീറുൽ മുഅ്മിനീനായിട്ട് കച്ചവടത്തിന് പോവുകയാണോ എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അമീറുൽ മുഅ്മിനീനാണെന്ന് വിചാരിച്ചിട്ട് ഞണ്ണാൻ ആരെങ്കിലും തരുമോ? എന്റെ കുട്ടിയൊക്കെ കൊടുക്കണേ, ഞാൻ അധ്വാനിക്കണം. ഉണ്ടോ? അതാണ് സാക്ഷാൽ ഔലിയ. അല്ലാതെ വെറുതെ കുത്തിന് ആരെ ഇട്ടെടുക്കുന്ന തുട്ടുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യന്മാരല്ല. അങ്ങനെയല്ല. ജോലിക്ക് പോവുകയാണ് അദ്ദേഹം. മാത്രവുമല്ല 2 കൊല്ലവും 10 മാസവും 3 ദിവസവും 3 മാസവും അദ്ദേഹം പിന്നെ 2 കൊല്ലവും 3 മാസവും 10 ദിവസവും അദ്ദേഹം ഭരണം നടത്തി. അല്ലേ? ആ ഭരണത്തിന് ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മരിച്ചു. ഔലിയാക്കളിൽ ഏറ്റവും വലിയ ഔലിയ. എന്നാ അതിനുശേഷം ആരെങ്കിലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ദർഗ കെട്ടിപ്പൊന്തിച്ച് വലിയുല്ലാഹി അബൂബക്കർ സിദ്ദീഖ് റാ അല്ലെങ്കിൽ എന്ന് കൊടുത്തിട്ടുണ്ടോ? നിങ്ങൾ ചിന്തിക്കും, നന്നായിട്ട് ആലോചിക്കും. എന്റെ പ്രസംഗം റോഡിന്റെ അപ്പുറത്ത് ഏതെങ്കിലും ആളുകൾ കേൾക്കുന്നുണ്ടെങ്കിൽ, അവരുടെ കൂട്ടത്തിൽ സുന്നികളുണ്ടെങ്കിൽ, ഔലിയാക്കളിൽ ഏറ്റവും വലിയ നേതാവായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മരിച്ചിട്ട് ഏതെങ്കിലും ഒരു സഹാബി